രേണുവിനുണ്ട് ഈ അസുഖമായതിന് ശേഷം എല്ലാവരും മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കിച്ചു ഉണ്ടെങ്കിൽ ഒന്ന് കാണാത്തതെന്നുള്ള രീതിയിലായിരുന്നു. ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, രേണുവിന് സുഖമാകട്ടെ എന്നൊക്കെ പറഞ്ഞ്. അതേ സ്ഥാനത്തുണ്ടെങ്കിൽ ഇതണക്ക് സഹായമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ രേണുവിനുണ്ടെങ്കിൽ എ സി ഒക്കെ വെച്ച് കൊടുത്തായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ സഹായി ചെയ്ത് നല്ലൊരു കാര്യം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞാണ്, കണ്ടോ സഹായി തന്നെ വന്നിട്ടുണ്ടെങ്കിൽ എ സിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അവർ തമ്മിൽ നല്ല കൂട്ടൊക്കെ ആയെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കിച്ചു വന്നിട്ടുണ്ടെങ്കിൽ രേണുവിനെ കാണാത്തത്, അത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിലായിരുന്നു മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ആലോചിക്കുമ്പോൾ അത് കറക്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് കണക്ക് ഇത്ര നാളുണ്ടെങ്കിൽ കിച്ചുവിനെ നോക്കിയിരുന്നത് രേണു തന്നെയാണ്. ഇപ്പോൾ ഇത്രയും ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒന്ന് വന്ന് കാണേണ്ടത് മര്യാദ തന്നെയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് കിച്ചുവിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു, കിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, പോയി കാണുക. എന്തായിരുന്നാലും നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ശരി, അതൊക്കെ ഇപ്പോൾ കാണിക്കേണ്ട ഒരു കാര്യമേ അല്ല. നിങ്ങൾ എന്തായാലും പോയി കണ്ട് മീറ്റ് ചെയ്യണമെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ മൈൻഡോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ സമയത്ത് രേണു ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് ഒരുപാട് പേര് തന്നെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. കിച്ചു ഉണ്ടെങ്കിൽ ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് കണക്ക് വരുന്നുണ്ടെന്നൊക്കെ, പക്ഷെ അങ്ങനെ ഒന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷേ തനിക്കത് ഭയങ്കര വിഷമമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കുണ്ടെങ്കിൽ ഒരു മോനുണ്ട് ഋതപ്പം, അവൻ്റെ കാര്യം നോക്കിക്കോളാം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണു ഇതിനെ കീമോ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അത് ഭയങ്കര വേദനയാണെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഇത് കണക്ക് ഒരുപാട് പേര് തൻ്റെ അടുത്ത് പറയുന്നുണ്ട് പോയി കാണണമെന്നുള്ള രീതിയിൽ എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ വീഡിയോയുടെ ഒരു തുടക്കം. അതുകൊണ്ട് തന്നെ താനുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ അഭ്യർത്ഥന പ്രകാരം താൻ പോയി കാണാമെന്നുള്ള രീതിയിലായിരുന്നു ആ വീഡിയോ പറയുന്നത്. സോ ഇത് വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേരെന്തോ കിച്ചു ഇങ്ങനെ പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും എന്നാൽ പോലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി കാണേണ്ട ആവശ്യമൊന്നുമില്ല, തന്നെ നോക്കിയ ഒരാളെ പോയി കാണേണ്ട ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്.